ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളുടെ ഇന്നർ മസ്കുലൈനെ നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഹീലിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് മസ്കുലൈൻ എനർജീൻ്റെ ക്വാളിറ്റീസ് എന്താണെന്നും ഒരു ഡിസ്ട്രോട്ടഡ് മസ്കുലൈൻ ആവുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു ക്വാളിറ്റീസിൽ വ്യത്യാസം വരുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഹീലിംഗ് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആക്ച്വലി ഫുൾ മൂണിൻ്റെ അന്ന് ഒരു എനർജി അപ്ഡേറ്റ് ഇട്ടിരുന്നു. ഇന്നർ മസ്കുലൈൻ ട്രിഗർ ആകും, അതേപോലെ തന്നെ അത് ഔട്ടർ മസ്കുലൈനും, അതായത് ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് മസ്കുലൈൻ എനർജീൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഹീലിങ്ങിനാണെന്ന് പറഞ്ഞിട്ട് അന്ന് ഇൻറ്റ്യൂട്ടീവ്ലി എനിക്ക് ഈ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നിയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ 1-2 പേര് അത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് കമ്മ്യൂണിറ്റി ചാറ്റ്സിലും ഒരു റിക്വസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഇന്നർ മസ്കുലൈൻ ഹീൽഡ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് അറിയുന്നതെന്നുള്ള രീതിയിൽ. പക്ഷേ ഇച്ചിരി ഒന്ന് ഹെൽത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും ലോങ് ആവാനുള്ള കാരണം. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കാം. ഒരു മസ്കുലൈൻ എനർജി അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിൽ വരുമ്പോൾ, പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് നമ്മളുടെ ഇന്നർ മസ്കുലൈനെ ബാലൻസ് ചെയ്യണമെന്നുള്ളത്. എല്ലാ സോൾസിലും അവരുടെ ഉള്ളിൽ തന്നെ ഫെമിനൈൻ എനർജിയും ഉണ്ട്, മസ്കുലൈൻ എനർജിയും ഉണ്ട്. അപ്പോൾ ഈ ഒരു എനർജീനെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുമ്പോഴാണ് അവരവരുടെ ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യലിൽ വരുന്നതും അവരുടെ പർപ്പസിലേക്ക് എത്തി അവരവരുടെ ആ ഒരു ലൈഫിനെ അത്രയും മീനിങ് ഫുള്ളാക്കി ജീവിച്ചുകൊണ്ട് വിത്തൗട്ട് എനി ഡിസയേഴ്സ്, ആ ഒരു കംപ്ലീഷൻ്റെ എനർജിയിൽ അവരുടെ ലൈഫിനെ അവർ കംപ്ലീറ്റ് ചെയ്യുന്നതും. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം, ഒരേ സോളിൻ്റെ ബ്ലൂ പ്രിൻ്റ് 2 ബോഡിയിലായതുകൊണ്ട് ഈ ഒരു എനർജിയുടെ മിസ്മാച്ച് ഉള്ളത് കൊണ്ടാണ്, ലാക്ക് ഓഫ് എനർജി ഉള്ളത് കൊണ്ടാണ് ഈ റണ്ണർ ചേസർ റൗണ്ടൊക്കെയും ഒത്തിരി നാൾ ആ ഒരു ട്വിൻ ഫ്ലെയിം ഡൈനമിക്കിൽ നടക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു എനർജീൻ്റെ ഫുൾഫിൽമെൻറ്റ് നമ്മളെങ്ങനെയാണ് യൂണിവേഴ്സൽ സോഴ്സ് എനർജിയുമായിട്ട് കണക്റ്റായിട്ട് നമ്മൾ ഹീൽ ചെയ്തുകൊണ്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഫീൽ ആകത്തുള്ളൂ. ആ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ആകുന്നോടം വരെ അറിഞ്ഞോ അറിയാതെയോ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഈ ഒരു റണ്ണർ ചേസർ എന്ന് പറയുന്ന ഡൈനമിക്സ് നിലനിൽക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നർ മസ്കുലൈൻ എനർജീനെ നമ്മൾ ഹീൽ ചെയ്ത് നമ്മുടെ ഇന്നർ ഫെമിനൈനുമായിട്ട്, ഡിവൈൻ ഫെമിനൈനുമായിട്ട് മേർജ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ഔട്ടർ മസ്കുലൈനുമായിട്ട് നമുക്കൊരു യൂണിയൻ സംഭവിക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു ഇന്നർ മസ്കുലൈൻ്റെ ക്വാളിറ്റീസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ ഇപ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മസ്കുലൈൻ എനർജീസ് എപ്പോഴും ആക്ഷൻ ടേക്കിംഗ് ആയിരിക്കും, അല്ലേ? ആക്ഷൻ ടേക്കേഴ്സ് ആയിരിക്കും. എല്ലായ്പ്പോഴും ഒരു ഓർഗനൈസ്ഡ് വേയിൽ കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മസ്കുലൈൻ എനർജീനോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, വളരെ ക്ലിയറായിട്ട് ക്ലാരിറ്റിയോടെ 3Dയിൽ അവർക്ക് കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ പറ്റും, ഓർഗനൈസ്ഡ് വേയിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഡിവൈൻ മസ്കുലൈൻ്റെ ക്വാളിറ്റീസാണ് കേട്ടോ പറയുന്നത്. അവർക്ക് ഒരു പ്ലാനിങ്ങിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അവരൊരു പ്രൊട്ടക്ടറായിരിക്കും, ഒരു ഗിവറായിരിക്കും. കാര്യങ്ങളെ ആലോചിച്ച് ലോജിക്കലി തിങ്ക് ചെയ്ത് ലോജിക്കലി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അതായത് 3D ഓറിയൻറ്റഡ് ആയിട്ട് അതിൽ ഇമോഷൻസിനെ ആഡ് ചെയ്യുമ്പോഴാണ് അവരൊരു ശരിക്കും ഒരു ഡിവൈൻ മസ്കുലൈൻ ആവുന്നത്. അതായത് നമ്മളൊക്കെയും കേട്ടിട്ടുണ്ട്, നമ്മുടെ റൈറ്റ് ബോഡി എന്ന് പറയുന്നത് മസ്കുലൈൻ എനർജിയാണ്, ലെഫ്റ്റ് ബ്രെയിൻ പറയുന്നത് ലോജിക്കൽ തിങ്കിങ്ങുമാണ്. അപ്പോൾ ഈ രണ്ടും കൂടെ ശരിക്കും ഒന്ന് ഇൻറ്റിഗ്രേറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു ഡിവൈൻ മസ്കുലൈൻ്റെ എസെൻസ് നമ്മളിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡൂയിങ് കൈൻഡ് ഓഫ് എനർജി, ചെയ്യണം, കാര്യങ്ങൾ ചെയ്ത് തീർക്കുക, റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും ഒരു ഡിവൈൻ മസ്കുലൈൻ എനർജീൻ്റെ ക്വാളിറ്റീസ്. ഇതെങ്ങനെയാണ് ഒരു ഇന്നർ മസ്കുലൈൻ, അതായത് ഒരു ഫെമിനൈൻ എനർജിയിൽ ഒരു ഇന്നർ മസ്കുലൈനിലേക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം.
അപ്പോൾ ഇവിടെ പിന്നെ എടുത്തു പറയാണ്, ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിസീവിങ് മോഡിലായിരിക്കും, ഫ്ലോ ഓഫ് എനർജി ആയിരിക്കും, നേർച്ചറിങ് ആയിരിക്കും. വേറാസ് മസ്കുലൈൻ എനർജി എന്ന് പറയുന്നത് ഒരു ഗിവർ ആയിരിക്കും. അപ്പോൾ ഫെമിനൈൻ എനർജിയിൽ ഈ രണ്ട് എനർജീസിൻ്റെയും ഫ്ലോ വേണം. അതായത് ഒരു ഗിവറും ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം ഒരു റിസീവറും ആയിരിക്കണം. അതിന് അർത്ഥം നമ്മൾ ഈക്വലായിട്ട് നമ്മളുടെ ഉള്ളിൽ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജീസിനെ ബാലൻസ് ചെയ്യുമെന്നല്ല, ഒരു ഹാർമോണിയസ് വേയിൽ ഈ രണ്ട് എനർജീസിൻ്റെയും ഇൻറ്റിഗ്രേഷനാണ് യൂണിവേഴ്സ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബാലൻസിങ് ആണ്. കാരണം നമ്മൾ ലോജിക്കലായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങൾ കാണും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാങ്കിൽ പോയിട്ട് ഇമോഷൻ കാണിക്കാറില്ല അല്ലേ? അവിടെ ലോജിക്കലായിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വരും. അറ്റ് ദ സെയിം ടൈം അതേ എമൗണ്ട് കൊണ്ട് നമ്മൾ സമ്പാദിച്ച അതേ ഒരു കാശ് കൊണ്ട് നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അൺകണ്ടീഷണൽ ലവോടെ നമ്മളുടെ ചുറ്റുമുള്ളവർക്ക് വാങ്ങിക്കുമ്പോൾ അവിടെ ഇച്ചിരി ഇമോഷൻസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അവിടെ മദർലി ഒരു നേർച്ചറിങ് ആയിട്ടുള്ള ഒരു ലവ് ആയിരിക്കും. അതായത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവിടുന്ന് പിന്നെ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ലായിരിക്കും ഒരു എംപാത്ത് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും ഒരിടത്ത് നമ്മൾ കൂടുതൽ ലോജിക്ക് യൂസ് ചെയ്ത്, ഒരിടത്ത് കുറച്ചുകൂടി ഇമോഷണൽ വേയിൽ ലോജിക്കലായിട്ട്, അതായത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു നമ്മുടെ ഹാർഡ് ഏൺ മണി ആൻഡ് വാങ്ങിച്ചു. അതിനെ ആസ് എ ഗിവർ നമ്മളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ പേരൻസിനോ നമ്മുടെ സ്പൗസിനോ സിബ്ലിങ്സിനോ ഒക്കെ കൊടുത്തു. സോ ഈ രണ്ട് ആക്ഷനും ഒരു ഹാർമോണിയസ് വേയിൽ നമ്മൾ നടക്കുമ്പോഴാണ് നമ്മളുടെ എനർജീസ് പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആണെന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നർ മസ്കുലൈൻ ഒരു ഡിസ്റ്റോർട്ടഡ് എനർജിയിലാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാകും നോക്കാം. ആദ്യത്തെ കാര്യം, ഇതിനു മുമ്പ് പറഞ്ഞു മസ്കുലൈൻ എനർജി എപ്പോഴും ഒരു ഡൂയിങ് കൈൻഡ് ഓഫ് ആക്ഷനിലായിരിക്കും. അപ്പോൾ ഇവിടെ ഫെമിനൈൻ എനർജി ഒരു റെസ്റ്റ് സോണിലാണെങ്കിലും അവരുടെ മൈൻഡ് ഒത്തിരി ആക്റ്റീവ് ആയിരിക്കും. അതായത് ഓവർ തിങ്കിങ് എന്ന് പറയാം. എപ്പോഴും എന്തിനെക്കുറിച്ചെങ്കിലും എപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇവിടെ അവരുടെ ഇന്നർ മസ്കുലൈൻ ഹീൽഡ് ആയിട്ടില്ല. അടുത്തായിട്ട് ഈ ആലോചിക്കുന്നത് കൊണ്ട് തന്നെ അവരൊരിക്കലും പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാറില്ല. നമ്മൾ ഒക്കെയും സ്പിരിച്വൽ പ്രാക്ടീസിലുള്ളവർ അല്ലെങ്കിൽ സ്പിരിച്വൽ ബീയിങ്സിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മൾ സോഴ്സ് എനർജിയുമായിട്ട് കണക്റ്റ് ആവുന്നുള്ളൂ. അതായത് യൂണിവേഴ്സൽ എനർജിയുമായിട്ട് നമുക്ക് കണക്റ്റ് ആവാൻ പറ്റത്തുള്ളൂ, വിഷൻസ് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ നമ്മൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പാസ്റ്റിലേക്കാവുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കാകുമ്പോൾ അവിടെ നമ്മളുടെ സോഴ്സ് എനർജിയുമായിട്ടുള്ള ഒരു കണക്ഷൻ കട്ടാവുകയും അവിടെ ഒരു ഡിസ്റ്റോർട്ടഡ് മസ്കുലൈൻ എനർജിയിലേക്ക് നമ്മൾ എത്തപ്പെടുകയുമാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇത് ഏറ്റവും കൂടുതൽ മസ്കുലൈൻ എനർജി നമ്മളിൽ ഇംബാലൻസ് ആണെങ്കിൽ ഉള്ളതാണ് എപ്പോഴും ഫ്യൂച്ചറിൽ ജീവിക്കുക. അതായത് എൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള ഇൻസെക്യൂരിറ്റി ആയിരിക്കാം. പ്രോക്രാസിനേഷൻ എന്ന് പറയും. അതായത് ഉള്ളിലുള്ള ഐഡിയാസിന് ആക്ഷൻ എടുക്കാതെ ഒത്തിരി ഡ്രീംസ് കാണുക. ഡ്രീം കാണുന്നത് തെറ്റല്ല, പക്ഷേ അതിനുള്ള ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാണ്ട് എപ്പോഴും ആ ഒരു ഡേ ഡ്രീമിങ്ങിൽ തന്നെ ജീവിക്കുക. ഇതും ഒരു ഡിസ്റ്റോർട്ടഡ് മസ്കുലൈൻ്റെ ഒരു ട്രേറ്റ്സ് ആണ്, നമ്മളിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേറ്റ്സ് ആണ്. ഡിസ്റ്റോർട്ടഡ് മസ്കുലൈൻ എനർജി, അതായത് ഇന്നർ മസ്കുലൈൻ ഡിസ്റ്റോർട്ടഡ് ആണെങ്കിൽ എപ്പോഴും നമ്മളൊരു ഷീൽഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ദോ നമ്മൾ വെളിയിൽ എല്ലാവർക്കും ഒരു ഹാപ്പിയസ്റ്റ് പേഴ്സണാലിറ്റി ആയിട്ടായിരിക്കും കാണപ്പെടുന്നതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാൻ വയ്യാത്ത ഒരു ദുഃഖം നമ്മളിൽ കാണും, ഒരു ലാക്ക് കാണും. ഓക്കെ, അതായത് ആ ഒരു ഹാർട്ട് ചക്ര ശരിക്കും പറഞ്ഞാൽ അടുത്ത പോയിന്റ് അതാണ്, എങ്കിലും ഇവിടെ അത് ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഹാർട്ട് ചക്ര ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും, നമ്മൾ റെസിസ്റ്റ് ചെയ്യും. കാരണം പ്രത്യേകിച്ചും പറഞ്ഞാൽ ഇവിടെ ഈ പാസ്റ്റിൽ കിട്ടിയ ഏതെങ്കിലും തരത്തിലുള്ള ചീറ്റിംഗ്, ബിട്രയൽ എനർജി, അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും ഇതിൻ്റെ കോർ റീസണെങ്കിലും നമ്മൾ ആ ഒരു ഹാർട്ട് ചക്രേനെ ബ്ലോക്ക് ചെയ്തിട്ട് എല്ലാ ഇമോഷൻസിനെയും റെസിസ്റ്റ് ചെയ്തുകൊണ്ട് സ്പിരിച്വൽ
ബൈഫർഗേഷൻ ചെയ്യും ഇവിടെ. അതായത് ആ ഇമോഷൻസിനെ ഒന്നും ഫീൽ ആവില്ല, എന്നാൽ ഞാൻ ഹാപ്പി ആണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയിലല്ലായിരിക്കും, ഹാപ്പിനെസ്സിൻ്റെ എനർജിയിൽ അല്ലായിരിക്കും. അടുത്തതായിട്ട് ഫിയർ ബേസ്ഡ് എനർജി അറിഞ്ഞോ അറിയാതെയോ സബ് കോൺഷ്യസ് മൈൻഡിൽ പോലും കൂടുതലായിരിക്കും. അതായത് ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ അവെയർനെസ് ഒക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ, കുറച്ച് സ്റ്റെപ്സ് എടുക്കാൻ ലൈഫിൽ, അതൊക്കെയും പേടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ നമ്മുടെ ഇന്നർ മസ്കുലൈൻ ഹീൽഡ് അല്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ മുമ്പിൽ ആസ് എ ഡിവൈൻ ഫെമിനൈൻ നമ്മൾ ഹാപ്പി ആയിരിക്കും, എന്നാൽ ഇന്നർലി ഹാപ്പി അല്ലായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇതേ ഡിവൈൻ ഫെമിനൈൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഗിവർ ആയിരിക്കും ലോകത്തിന്. ഓവർ ഗിവിങ് നേച്ചർ എന്ന് പറയാൻ പറ്റില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞാൽ ഇവർ മണിയൊക്കെ ഏൺ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു സോഴ്സ് ഓഫ് ഇൻകം അവർ ഹീൽഡായി കഴിയുമ്പം യൂണിവേഴ്സായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏൺ ചെയ്യുമ്പം എക്സ്ട്രീം ലെവലിൽ ഇൻഡിപെൻഡൻസിയിലേക്ക് വരികയും എല്ലാവർക്കും ഒരു ഗിവിങ് മോഡിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫെമിനൈൻ എനർജീനെയും കൂടെ ബാലൻസ് ചെയ്യാനാണ്. അതായത് ഒരു റിസീവിങ് മോഡിലും കൂടെ നമ്മൾ ഇരിക്കണം. അപ്പോൾ ഈ ഗിവർ മോഡിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളവിടെ പിന്നെയും നമ്മുടെ ഫെമിനൈൻ എനർജീൻ്റെ എനർജറ്റിക് ഫ്ലോനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഡിസ്ട്രോട്ടഡ് മസ്കുലൈൻ എനർജിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എപ്പോഴും നമ്മളൊരു പ്രൊവൈഡർ ആയിരിക്കും. ഈ ഒരു ഇൻഡിപെൻഡൻസി വരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇത് ഈവൻ അൺഅവേക്കൻഡ് ആയിട്ടുള്ള ഒരു ഫെമിനൈൻ എനർജീൻ്റെ ട്രേഡ്സിലും വരുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെല്ലാവർക്കും ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ ഒരു ട്രേഡ്സ് ഉണ്ടെങ്കിൽ. പക്ഷെ ആരെങ്കിലും നമുക്ക് തിരിച്ചൊരു ഗിഫ്റ്റ് തരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യും. നമ്മൾ റെസിസ്റ്റ് ചെയ്യും ഇൻ ദ സെൻസ് അത് വാങ്ങിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് വാങ്ങിച്ചാൽ തന്നെ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവിടെ നിങ്ങളുടെ മസ്കുലൈൻ എനർജി ഡിസ്ട്രോട്ടഡ് ആണ്. അടുത്തതായിട്ട് ഡിസ്ട്രോട്ടഡ് മസ്കുലൈൻ എനർജിയിലാണെങ്കിൽ ഫെമിനൈൻ എനർജീസ് എപ്പോഴും ഒരു പെർഫെക്ഷൻ ആയിട്ട്, അതായത് ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു ഫ്ലോയിങ് എനർജിയിലല്ല, പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളെ ചെയ്യാനായിട്ട് നോക്കും. അതായത് ഇവിടെ ലോജിക്കൽ മൈൻഡിനെ കൂടുതൽ ആക്റ്റീവായിട്ട് ആക്കിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിലെയും ആ ക്രിയേറ്റീവ് സൈഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അതിനെ അനലൈസ് ചെയ്ത് ജഡ്ജ് ചെയ്ത് അതിലേക്ക് ലോജിക്കൽ കാര്യങ്ങളെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ ലോകത്തിൻ്റെ വ്യൂവിൽ എങ്ങനെയാണോ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കേണ്ടത് ആ ഒരു വ്യൂവിലേക്ക് അതിൻ്റെ ഫ്രൂട്ട്ഫുൾനെസ്സിലെ കൊണ്ടുവരും. അടുത്തതായിട്ട് ഫെമിനൈൻ എനർജിയിൽ ഒരു ഡിസ്ട്രോട്ടഡ് മസ്കുലൈൻ ട്രൈറ്റ്സ് ആണുള്ളതെങ്കിൽ ഈ ഒരു പോയിന്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഫെമിനൈൻ എനർജി എപ്പോഴും പലപ്പോഴും ഒരു റെസ്റ്റ് സോണിലേക്ക് വരും. കാരണം അവരെപ്പോഴും എക്സ്പ്രസീവ് വേയിൽ, ഇമോഷണൽ വേയിൽ ബോഡിയിലൂടെയാണ് അവരുടെ ഇമോഷൻസിനെ ഫീൽ ആവുന്നത്. അപ്പോൾ പലപ്പോഴും ഒരു റെസ്റ്റ് സോണിലേക്കൊക്കെ വരുമ്പോൾ എൻഡ് ഓഫ് ദ ഡേയിൽ സ്വയം ഗിൽട്ടിലേക്ക് പോകും. അതായത് ഞാൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറാസ് ഈ ഒരു റെസ്റ്റ് സോൺ എന്ന് പറയുന്നതും അവർ ചെയ്യുന്ന ഒരു എനർജി ഹീലിങ്ങിൻ്റെ ഭാഗമാണെന്ന് അക്സെപ്റ്റ് ചെയ്യാണ്ട് ആ ഒരു കണ്ടീഷനിങ്ങിൻ്റെ അനുസരിച്ച് ആ ഒരു ഗിൽട്ട് മോഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് അവരുടെ ഉള്ളിലെ ഇന്നർ മസ്കുലൈൻ ട്രൈറ്റ്സ് ആണ്. അതായത് ഹീൽഡ് അല്ലാത്ത ഇന്നർ മസ്കുലൈൻ്റെ ട്രൈറ്റ്സ് ആണ് ഇവിടെ ഒരു ഗിൽട്ടിൻ്റെ എനർജിയിൽ, ഒരു ഷെയിമിൻ്റെ എനർജിയിൽ വരുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് ഫാദർ വൂൺസ്. ഏറ്റവും കൂടുതൽ ഇന്നർ മസ്കുലൈൻ വൂൺസ് ഫെമിനൈൻ എനർജിയിൽ ഉള്ളതിൻ്റെ ഒരു റീസൺ അവരുടെ ഫാദർ വൂൺസ് ഹീൽഡ് അല്ലാത്തതായിരിക്കും. അതായത് അതുവരെ അവരുടെ ലൈഫിൽ വന്ന മസ്കുലൈൻ എനർജീസിൻ്റെ ആ ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ചുള്ള ബിഹേവിയർ പാറ്റേൺസ് കൊണ്ട് അവർക്ക് വന്ന ട്രോമാസിനെ, അവർക്ക് വന്ന ഇമോഷണൽ ബ്ലോക്കേജസിനെ ഹീൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ട്രേറ്റ്സ്, അതായത് ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് വരാം, ഷെയിം വരാം, ഓപ്പൺനെസ് ഇല്ലായ്മ വരാം. ഇതൊക്കെയും വരുന്നത് ഈ ഒരു ഫാദർ വൂൺസിൻ്റെ ഭാഗമായിട്ടാണ്.
അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഉം, ഒരു പക്ഷേ ഡിവൈൻ ഫെമിനൈൻ എനർജി, അതായത് ഹീലിങ്ങിലുള്ള ഡിവൈൻ ഫെമിനൈൻ എനർജീൻ്റെ മസ്കുലൈൻ എനർജി, ഇന്നർ മസ്കുലൈൻ എനർജി ഒരു അൺഹീൽഡ് വേർഷൻ ആണെങ്കിൽ അവരിൽ എപ്പോഴും ഒരു സെൽഫ് ക്രിറ്റിസിസം കാണും. എന്ത് കാര്യം ചെയ്താലും ഉള്ളിൽ നിന്നും ഭയങ്കരമായിട്ട് സ്വയം ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണും. അതിപ്പം ഏറ്റവും നല്ല കാര്യമാണെങ്കിലും അന്നത്തെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും അതിന് സ്വയം പഴി കണ്ടെത്തി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ കാണും. അപ്പോൾ ഇത്രയുമാണ്. ഇനിയൊരു കാര്യവും കൂടെ പറയാനുണ്ട്. ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ നമ്മളിലെ ഇന്നർ മസ്കുലൈൻ എനർജി ഹീൽഡ് അല്ലെങ്കിൽ നമ്മൾ ഇമോഷൻസിനെ ഫീൽ ആവില്ല. അതുകൊണ്ട് തന്നെ ഈ ഇമോഷൻസ് സർഫേസിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ്, ഓവർ ഈറ്റിംഗ് ആയിരിക്കാം, അണ്ടർ ഈറ്റിംഗ് ആയിരിക്കാം. അതായത് അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്യപാനവും ഡ്രഗ്സും മാത്രമല്ല അതിൽ വരുന്നത്. ഏത് തരത്തിലുള്ള ഒരു ഇമോഷണൽ കോഡിപ്പെൻഡൻസിയെ നമുക്ക് അഡിക്ഷൻസിൽ ഉൾപ്പെടുത്താം. ലൈക്ക് ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയയിൽ റീൽസൊക്കെ കാണും. ഈ ഒരു സ്പിരിച്വൽ ബൈപ്പാസിങ്ങിലാണ് അതും വരുന്നത്. എന്നാൽ അത് നമ്മുടെ ഇന്നർ മസ്കുലൈൻ എനർജി ഹീൽഡ് അല്ലാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീ കോഫിയൊക്കെ ഒത്തിരി കുടിക്കുന്നവർ, അല്ലെങ്കിൽ ഒത്തിരി ടാരോൻ്റെ മുകളിലൊക്കെ, ടാരോ കാർഡ്സൊക്കെ വളരെ നല്ല എനർജറ്റിക് ടൂളാണ്. പക്ഷേ അഡിക്റ്റീവായിട്ട് അതിലേക്ക് ഡിപ്പെൻഡൻസി കാണിക്കുമ്പോൾ, അതല്ല എങ്കിൽ ഫുഡിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഓവർ ഈറ്റിംഗ് ചെയ്യുക, സ്വീറ്റ്നെസ് കൂടുതൽ കഴിക്കുക, അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കുക, ഇതൊക്കെ നമ്മൾക്ക് ആ ഒരു മസ്കുലൈൻ എനർജി ട്രൈഡ്സ് പ്രോപ്പർലി ഹീൽഡ് ആവാത്തപ്പം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നർ മസ്കുലൈൻ എനർജീനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം എന്നും പ്രാണായാമം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു റീസണും ഉണ്ട്. നമ്മുടെ ഈഡ ആൻഡ് പിംഗ്ല നാഡീസ് എന്ന് പറയും. ഈ നാഡിയിലൂടെ നമ്മൾ സുഷുപ്ന നാഡീനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എനർജീസ്, ബോത്ത് ദ എനർജീസ്, ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജീസ് ഹാർമോണിയസ് ആയിട്ട് ഫ്ലോ ആവാൻ തുടങ്ങും. സോ ഇത് നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഒരു ഹാബിറ്റാക്കി മാറ്റുക. അടുത്തതായിട്ട് വെറുതെ ഇരിക്കുക. ഇത് കേൾക്കുമ്പോൾ വെറുതെ ഇരുന്നിട്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഉള്ളിലുള്ള നമ്മളുടെ ഫീലിങ്സിനെ, നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആളെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമാണ്. ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റിൽനെസ്സിലിരിക്കണം, നത്തിങ്നെസ്സിലിരിക്കണം. നത്തിങ്നെസ്സിലിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് 0 സ്റ്റേജിൽ വരിക എന്നൊന്നുമല്ല. ജസ്റ്റ് ഈ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെറുതെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന തോട്ട്സ്, സ്പെഷ്യലി നെഗറ്റീവ് സെൽഫ് ടോക്ക് വെളിയിൽ വരും. സോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഏറ്റവും കൂടുതൽ മേ ബി സെൽഫ് വർത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ സർഫേസിൽ വരുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിന് ഓപ്പോസിറ്റിൽ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യാനായിട്ട് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്വയം പറഞ്ഞ് മനസ്സിലാക്കുക. അടുത്തതായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് മെഡിറ്റേഷൻസ് ആയിട്ടാവാം, എക്സസൈസസ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. മൈൻഡ്ഫുൾനെസ്സിന് സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുക. അടുത്തതായിട്ട് ഫാദർ വൂൺസ്. നമ്മുടെ ജേർണിയിൽ ഏറ്റവും മേജർ ബ്ലോക്കേജസ് ഒന്ന് ഫാദർ വൂൺസ് ആണ്. നമുക്ക് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വൂൺസ് ആയിരിക്കും ഇത്. ആ ഓരോ കാര്യങ്ങളെയും അതേപടി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, സാഹചര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഹീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഫാദർ വൂൺസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് നമ്മൾക്ക് മസ്കുലൈൻ എനർജീൻ്റെ മുകളിലുള്ള റെസിസ്റ്റൻസ്, അതായത് ഇപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അടുത്തു നിന്നൊരു പ്രോപ്പർ കെയർ കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു കണ്ടീഷൻഡ് ആയിരുന്നു, ഒരു കൺട്രോളിങ് ഫാദർ ആയിരുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയോ രജിസ്റ്റർ ആയി കിടക്കും അങ്ങനെ. സോ ഈ ഒരു എനർജി തന്നെ നമ്മളുടെ ഇന്നർ മസ്കുലൈൻ എനർജീനെ ഒരിക്കലും ഹീലാവാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അവിടെ ഹീലിംഗ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി നമ്മൾ ആ ഒരു എനർജീൻ്റെ ഫ്ലോയിലേക്ക് വരികയാണ്. ദാറ്റ് മീൻസ് ഒരു റിസീവിങ് എനർജിയിലേക്ക്.
അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ ഒരു ഇന്നർ മസ്കുലൈൻ എനർജി ഹീലാവുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഹാർട്ട് ചക്ര ഹീലിംഗ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് പറഞ്ഞ പോയിന്റ് പോലെ ബീട്രയൽ എനർജി ആയിരിക്കാം, ചീറ്റിംഗ് എനർജി ആയിരിക്കും, ഒക്കെ നമ്മളുടെ ഹാർട്ട് ചക്രേനെ നമ്മൾ ക്ലോസ് ചെയ്യും. ഇനി നമ്മൾ എത്ര ഹീലിംഗ് ചെയ്തു എന്ന് പറഞ്ഞാലും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫെമിനൈൻ എനർജീൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, അതായത് ഈ ട്വിൻ ഫ്ലെയിം പല പ്രാവശ്യം ഈ റണ്ണർ ചേസർ റൗണ്ട് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഫിയർഫുൾ ആയിട്ടുള്ള ഒരു എനർജി വരുന്നുണ്ട്. എൻ്റെ എനർജിയും കൊണ്ട് ഈ ട്വിൻ ഫ്ലെയിം പോകുമോ എന്നുള്ളത് നമ്മളൊക്കെ കണ്ടീഷൻഡ് ആണ് അത് പിന്നെയും. കാരണം നമ്മൾ ഇൻറ്റേർണലി ഒരു എനർജിയാണ്, അവർ എക്സ്റ്റേർണലി അവർ എന്ത് ചെയ്താലും നിങ്ങളുടെ ഇൻറ്റേർണൽ എനർജീനെ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ആ ഒരു എനർജിയിൽ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ, ഫിയർ വരുമ്പോൾ ഇവിടെ പിന്നെയും അപ്പ് ആൻഡ് ഡൗൺ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന ഈ വീഡിയോസിലൊക്കെ ഒബ്വിയസ്ലി നമ്മൾ കേൾക്കുന്നതാണ് അവർക്ക് ഒത്തിരി എനർജി കൊടുക്കരുതെന്നൊക്കെ. ഓഫ് കോഴ്സ് 3Dയിൽ നമ്മളധികം എനർജി ഇമോഷണലി കൊടുക്കാൻ പാടില്ല. പക്ഷേ അതൊരു ഫിയർ ഫാക്ടറായിട്ട് നമ്മളുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ പിന്നെയും രജിസ്റ്റർ ആവും. ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ യൂണിയന് വരുന്ന മേജർ ബ്ലോക്കേജസിൽ ഒന്നാണ് ഈ ഒരു ഫിയർ ഫാക്ടർ. അഗെയിൻ ഇതൊരു ഡിസ്റ്റോർട്ടഡ് മസ്കുലൈൻ എനർജിയിലേക്ക് നമ്മളെ തള്ളിവിടും. അതായത് ഹാർട്ടിനൊരു ഷീൽഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈവൻ നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനോടും ഇടപെടുന്നത് വെളിയിൽ, അതായത് എക്സ്റ്റേണൽ വേൾഡിൽ 3D വേൾഡിലുള്ള നമ്മുടെ കൗണ്ടർ പാർട്ടിനോട് പോലും. അടുത്ത മേജറായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് ചക്ര ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം മസ്കുലൈൻ എനർജി ഉള്ളിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ, പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഫിയറിൻ്റെ എനർജിയിലായിരിക്കരുത്, ലവിൻ്റെ എനർജിയിലായിരിക്കണം. അതാണ് ഹീൽഡ് ഫെമിനൈൻ എനർജീൻ്റെ ട്രൈഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഫിയർ എനർജിയിലൂടെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ജോലി ചെയ്യുമ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുമ്പോൾ, ഈവൻ ക്രിയേറ്റീവ് സൈഡിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഒക്കെയും നമ്മുടെ ഔട്ട്കമ്മിനെ കുറിച്ച് നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് നമ്മളുടെ ഡിസ്റ്റോർട്ടഡ് മസ്കുലൈൻ എനർജിയാണ്. സോ ഇവിടെ ആ ഒരു ഔട്ട്കമ്മിനെ വിട്ടിട്ട് ഈ ഒരു മൊമെൻറ്റിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യം ഞാൻ ചെയ്യുകയാണ് എന്ന് വിചാരിച്ച് സറണ്ടർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ പിന്നെയും യൂണിവേഴ്സൽ എനർജീൻ്റെ ഫ്ലോ, അതായത് ഫെമിനൈൻ എനർജീനെ ആക്ടിവേറ്റ് ആക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു ഡിസ്റ്റോർട്ടഡ് മസ്കുലൈനെ ഡിവൈൻ മസ്കുലൈൻ എനർജിയിലേക്ക്, ഒരു ഹീൽഡ് മസ്കുലൈൻ എനർജിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കംപ്ലീഷൻ്റെ എനർജി നമ്മളിൽ ഫീൽ ആവുന്നുണ്ടോ എന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതായത് നമ്മൾ ഒരു മസ്കുലൈൻ എനർജിയിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ഡൂയിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നു. അതായത് ഞാനിത് ചെയ്യുന്നു. എന്നാൽ ഹീൽഡ് എനർജിയിൽ വരുമ്പോൾ നമ്മളൊരു ബീയിങ് എനർജിയിലായിരിക്കണം നിൽക്കേണ്ടത്. അതായത് ആ ഒരു ഫ്ലോയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. അവിടെ ഫോഴ്സ്ഫുള്ളി നമ്മൾ എനർജി എടുത്തിട്ട് ഇവിടെ ചെയ്യുന്നില്ല. വേറെ എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസിൻ്റെ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രഷറിൽ വന്നോ നമ്മൾ ഒരു ഡൂയിങ് കൈൻഡ് ഓഫ് തിങ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുക അതൊരു ഡിസ്റ്റോർട്ടഡ് മസ്കുലൈൻ എനർജിയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങളെ സറണ്ടർ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു എനർജീൻ്റെ ഫ്ലോനെ, റിസീവിങ് മോഡിലൂടെ ഇരുന്നു കൊണ്ട് എനർജീൻ്റെ ഫ്ലോനെ ഒരു ഹാർമോണിയസ് വേയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജസ് ത്രൂ ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ഓഗസ്റ്റ് 1st വീക്കിൽ റേക്കി ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഒരു ലെവൽ കോഴ്സ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കും വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ അധികം താമസിക്കാതെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.